അന്ന് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 5, 2026 തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ പൊന്നേരിക്കടുത്തുള്ള പെരുമ്പേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് വൈകുന്നേരം ഏകദേശം 6 മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും. രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ ഒച്ച കേട്ടിട്ടാണ് ആളുടെ നൈബേഴ്സ് എല്ലാവരും കൂടെയും ആളുടെ വീടിൻ്റെ മുന്നിലോട്ട് ഓടിക്കൂടിയത്. അപ്പോൾ രാജേഷ് ഇങ്ങനെ വീടിൻ്റെ ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും, നമുക്ക് വീട് പൊളിച്ച് അകത്തോട്ട് കയറാം എന്നാൾ പറയുന്നുണ്ട്. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് ഏകദേശം ആ ഒരു സമയമായപ്പോഴാണ് ആൾ വീടിൻ്റെ അവിടോട്ട് എത്തിയത്. വീടിൻ്റെ അകത്താകപ്പാടുണ്ടായിരുന്നത് ആളുടെ വൈഫായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ആദ്യം തന്നെ കോളിംഗ് ബെല്ല് അടിച്ച് നോക്കി, റെസ്പോൺസ് ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഡോറ് നോക്ക് ചെയ്തു, വൈഫിൻ്റെ പേര് വിളിച്ചിങ്ങനെ എന്താ പറയുക ഡോർ തുറക്കാനായിട്ട് പറയാണ്. എന്നാൽ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ആൾ കരുതിയത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈഫ് വല്ല ടോയ്ലറ്റിലായിരിക്കും, കുളിക്കായിരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെയും കോളിംഗ് ബെല്ലടിച്ചിട്ടും അതേപോലെ തന്നെ നോക്ക് ചെയ്തിട്ടും ഡോർ തുറക്കാതായപ്പോൾ ഫോണിലോട്ട് റിങ് ചെയ്ത് നോക്കുകയാണ്, ഇനിയിപ്പോൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലോ എന്നുള്ളത്. എന്നാൽ ഫോണിലോട്ട് റിങ് ചെയ്തിട്ടും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഫോണിൻ്റെ റിങ്ങിങ് ശബ്ദം ആൾ പുറത്തുനിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പന്തികേടുണ്ടെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ആള് വലിയ വായിൽ ഒച്ചയെടുക്കുന്നതും അതേപോലെ തന്നെ നൈബേഴ്സ് എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തുന്നതും അതിനുശേഷം എല്ലാവരും കൂടെയും ആ ഒരു ഡോറ് പൊളിച്ച് അകത്തോട്ട് കയറുന്നതും. അകത്ത് കയറി അവർ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അതായത് കൗസല്യ എന്നായിരുന്നു ആളുടെ വൈഫിന്റെ പേര്. കൗസല്യ തറയിൽ കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ഓടിച്ചെന്നങ്ങേറ്റ ആളുകൾ അവരുടെ മുഖത്ത് വെള്ളം തെളിച്ച് നോക്കുകയാണ്. അപ്പോൾ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ പൾസ് പിടിച്ച് നോക്കി, അപ്പോൾ പൾസില്ല. അപ്പോൾ അവർ മരിച്ചു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പെട്ടെന്നുകൊണ്ട് ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് എണ്ണൊക്കെ കിടക്കുന്നുണ്ട്. ആ ഒരു എണ്ണയിൽ വഴുക്കിയിട്ടാണ് അവർ വീണതെന്നുള്ളത് വന്ന ആളുകൾക്ക് മനസ്സിലായി. ഇതിനോടകം തന്നെ കുറച്ച് ആളുകൾ പോലീസിനെയും ആംബുലൻസിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ രാജേഷ് നോക്കുന്ന സമയത്ത് ആ ഒരു സ്ലാബിന്റെ മുകളിൽ എണ്ണപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എണ്ണ ഇങ്ങനെ ലീക്ക് ചെയ്തിട്ടിട്ട് വീഴുന്നതും അവർ കാണുകയാണ്. അപ്പോൾ മുകളിലിരിക്കുന്ന എണ്ണപാത്രത്തിൽ നിന്ന് ഇതേപോലെ തന്നെ എണ്ണ ഇറ്റിട്ട് വീണിട്ടുണ്ടാവും. ഈ ഒരു സ്ത്രീ ആ ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ കാല് തെന്നി തലയടിച്ച് വീണ് മരിച്ചതാകാം എന്നുള്ളൊരു അസംഷനിലോട്ടാണ് നാട്ടുകാരെത്തിയത്. അതേപോലെ തന്നെ പിന്നാലെത്തിയ പോലീസുകാർ നോക്കിയപ്പോഴും ഈ എണ്ണയും അതേപോലെ തന്നെ എന്താ പറയുക പെണ്ണ് വീണ് കിടക്കുന്നതും എല്ലാം കൂടെ കണ്ടപ്പോൾ ഇവര് വഴിക്ക് വീണ് മരിച്ചതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലോട്ട് തന്നെയായിരുന്നു അവര് ആദ്യം തന്നെ എത്തിയത്. അപ്പോഴത്തേനും ഫോറൻസിക് ടീം ഉദ്യോഗസ്ഥരോട് അങ്ങോട്ട് എത്തുകയാണ്. അവർ തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്താണ് അന്നത്തെ ദിവസം ആ ഒരു വീടിനുള്ളിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ കൗസല്യക്ക് എന്താണ് പറ്റിയത്? അവര് എണ്ണയിൽ വഴുക്കി വീണ് മരിച്ചതാണോ? അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മരണത്തിന് പിന്നിൽ വേറെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? 2026 ഫെബ്രുവരിയിൽ തമിഴ്നാടിനെ തന്നെ വിറപ്പിച്ച ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദിസ് സൈഡ്. അങ്ങനെ കൗസല്യ മരിച്ച വിവരം രാജേഷ് കൗസല്യയുടെ വീട്ടുകാരെ അറിയിക്കുകയാണ്. വിവരം അറിഞ്ഞ അവർ ആകെപ്പാടെ തകർന്നു പോവാണ്. തങ്ങളുടെ മകളായിട്ടുള്ള കൗസല്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെയായിരുന്നു അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ എന്താണ് പറ്റിയത്? ആ ഒരു പകപ്പോടും പേടിയോടും അതേപോലെ തന്നെ മരുമകനൊരു സപ്പോർട്ട് കൂടെ വേണമല്ലോ എന്നുള്ള ആ ഒരു ആലോചനയിലോട് കൂടിയിട്ടാണ് അവർ നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിയത്. അവർ ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം അച്ഛന് എന്തൊക്കെയോ സംശയം തോന്നാണ്. അതായത് സാധാരണഗതിയിൽ തലയിടിച്ച് വീണ രീതിയിലുള്ള ഒരു മുറിവായിരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാടായിരുന്നില്ല തൻ്റെ മകളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ജസ്റ്റ് തലയിൽ മാത്രമല്ല പാടുണ്ടായിരുന്നത്, ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നഖം കൊണ്ട് കൂറിയ പാടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു എന്താ പറയുക സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിക്കാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് സ്വാഭാവിക മരണമാകാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ മകളെ ആരോ കൊലപ്പെടുത്തിയതാണ്. ഈ രാജേഷ് തന്നെയാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും കേസ് എടുത്ത് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ ആള് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യായിരുന്നു. കൗസല്യയുടെ അച്ഛനെ തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ നാട്ടുകാർ അതൊക്കെ പറയാനായിട്ട് തുടങ്ങി. കാരണം ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഒക്കെ ലോക്കായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു രാജേഷ് ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടായിരുന്നു നൈബേഴ്സ് എല്ലാവരും കൂടെ വന്നതും അതിനുശേഷം ഡോറ് പൊളിച്ചകത്തോട്ട് കയറിയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും പോലീസിന് ഇങ്ങനെയുള്ള ഒരു കേസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് പറ്റില്ലല്ലോ. അവരങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ ഈ രാജേഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. സാധാരണഗതിയിൽ ആള് രാവിലെ 9 മണിക്ക് വർക്കിനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോൾ വീട്ടിലോട്ടെത്തും. അതായത് 4 മണിക്ക് ആകുമ്പോഴത്തേനും ആളുടെ വർക്ക് കഴിയും.
എന്നാൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വർക്കോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ പണികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ 6 മണിയാവും, അല്ലാന്നുണ്ടെങ്കിൽ 8 മണിയൊക്കെ ആവും എത്താനായിട്ട്. എന്നാലും മോസ്റ്റ് മെജോറിറ്റി ഡേയ്സിലും ആൾ ഈ പറഞ്ഞ പോലെ തന്നെ 4-5 മണിയൊക്കെ ടൈം ആകുമ്പോഴത്തേനും വീട്ടിലോട്ടെത്തും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ആള് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ സമയത്തൊക്കെ ആയിരുന്നു വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരുന്നിരുന്നത്. ഇതാണ് തന്റെ വർക്ക് ഷെഡ്യൂൾ എന്നുള്ളൊരു നിലക്കായിരുന്നു രാജേഷ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കൗസല്യ 4 മണി വരെ മരണപ്പെട്ടിട്ടില്ല. അതായത് ഏകദേശം 4 മണി സമയത്ത് കൗസല്യ തന്റെ അമ്മയൊക്കെ വിളിച്ചിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ഗ്യാപ്പിലാണ്, ആ ഒരു 2 മണിക്കൂർ ടൈമിന്റെ ഇടയിലാണ് ഈ ഒരു കൗസല്യ കൊല്ലപ്പെട്ടിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാരെ അടുത്തതായിട്ട് കൗസല്യയുടെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പൊ ആളുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംശയം വന്നതെന്നുള്ളത്. അപ്പൊ ആള് പറഞ്ഞു, നിങ്ങൾ പോലീസുകാരായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ആ ഒരു തലയിലത്തെ മുറിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിലത്ത് തലയടിച്ച് വീണിട്ട് വന്നിട്ടുള്ള ഒരു മുറിവ് പോലെ എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഈ എണ്ണയിൽ വഴുക്കി വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ എന്താ സംഭവിച്ചാൽ ചിലപ്പോൾ കാലൊടിയും, ചിലപ്പോൾ കൈയൊടിയും, ചിലപ്പോൾ ഇടുപ്പൊടിയും. അല്ലാതെ തലയടിച്ച് വീണ് അതും വീട്ടിൽ തന്നെ മരിച്ചു പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് എൻ്റെ മകളുടെ ദേഹം മുഴുവൻ അവിടെ ഇവിടെ ഒക്കെ കീറിയ മുറിഞ്ഞ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയാണെന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇൻഫോർമേഷൻ അദ്ദേഹം പോലീസിന് കൊടുത്തെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഈ ഒരു രാജേഷ് 4:30 സമയമൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലോട്ട് എത്താറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾ സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൊലപാതകം ആൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം മാത്രം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ സംശയിക്കുമോ എന്നുള്ള ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ ആൾ കണ്ടിന്യൂസ് ആയിട്ട് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നിരുന്നത്, അങ്ങനെ ഒരു സംശയവും ഇയാൾക്ക് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിയെ കുറിച്ചിട്ട് ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അന്വേഷിച്ചത്. അപ്പൊ ഈ ഒരു കൗസല്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് തന്നെയായിരുന്നു അവരുടെ വീട്. അവിടെ തന്നെയായിരുന്നു അവർ +2 ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു BEdന് പോവുമായിരുന്നു. ഒരു അധ്യാപികയാവണമെന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഈ ഒരു BEd ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൗസല്യയുടെ അടുത്ത് വിവാഹത്തിനെ കുറിച്ച് ഇങ്ങേറ്റ് വീട്ടുകാർ സംസാരിക്കുകയാണ്. അപ്പോൾ കൗസല്യ പറഞ്ഞത്, ഓക്കെ, വിവാഹം കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആലോചിച്ചു, എനിക്ക് ആകെപ്പാട് ഒരു ഡിമാൻഡ് ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഫർദറായിട്ട് പഠിക്കാനായിട്ട് സമ്മതിക്കുകയും വേണം, അതേപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോവുകയും വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളാനായിട്ട് പറയണം. ഇപ്പോൾ പാരൻസ് നോക്കുമ്പോഴും തങ്ങളുടെ മകൾക്കാണെന്നുണ്ടെങ്കിൽ വേറെ പ്രണയോ കാര്യങ്ങളൊന്നുമില്ല, തങ്ങളുടെ കയ്യിലോട്ട് മുഴുവനായിട്ട് ഏൽപ്പിച്ചെന്നേക്കാണ്. അവരും ഹാപ്പി, അവരും അങ്ങനെ കല്യാണ ആലോചനകളും മറ്റും നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ രാജേഷിന്റെ ആലോചന വരുന്നത്. നോക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊക്കെയാണ് ഈ ഒരു രാജേഷിന്റെ വീടും കാര്യങ്ങളൊക്കെ. ആള് ഒരു എഞ്ചിനീയർ ആണ്, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്, അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഫാമിലിക്ക്. പിന്നെ ഫാമിലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും നല്ല ആളുകളാണ്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ രണ്ട് കൂട്ടരുടെയും ഫാമിലി ത്രൂ ആയിരുന്നു ആ ഒരു അറേഞ്ച്ഡ് മാരേജ് നടന്നിട്ടുണ്ടായത്. ഇനി ഒരു രാജേഷിന്റെ അടുത്ത് കൗസല്യയുടെ ഫാമിലി മെമ്പേഴ്സ് ഇതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾ വളരെ പോസിറ്റീവായിട്ടായിരുന്നു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഈക്വൽ ആയിട്ടുള്ള പാർട്ണറെയാണ് ആവശ്യം. അപ്പോൾ എൻ്റെ വൈഫും ജോലിക്ക് പോകാന്നുണ്ടെങ്കിൽ അത് ഫാമിലിക്ക് ഒരു സപ്പോർട്ടായിരിക്കും, അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താ പറയുക, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടെടുത്ത് കഴിഞ്ഞിട്ട് മാറി താമസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ എനിക്ക് ഡബറിയും കാര്യങ്ങളൊന്നും വേണ്ട, വൈഫിനെ നോക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം സ്വത്തുക്കളൊക്കെ വീട്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തു, ഞാനായിട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കൗസല്യയുടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ഓക്കെ ആയി. ഓഗസ്റ്റ് 25, 2025 അവരുടെ വിവാഹം കഴിയുകയും ചെയ്തു. അതിനുശേഷമാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ ഒരു മരണം നടക്കുന്നത്. പോലീസുകാർ ഇതൊക്കെ കൂടെ ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് വയലൻസ് ഒന്നും നടന്നിട്ടില്ല, ഡവറുടെ പേരിൽ ഒരു ഇഷ്യൂ ഇല്ല, ഹസ്ബൻഡും വൈഫ് തമ്മിൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതൊരു കൊലപാതകമാകാനുള്ള യാതൊരു സാധ്യതയില്ല, അതായത് മോട്ടീവ് ഒന്നുമില്ലല്ലോ. എന്നാലും ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഫോറൻസിക് അനാലിസിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, റിപ്പോർട്ട്സ് ഓരോന്നായിട്ട്. അപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് ആദ്യം തന്നെ ആ ഒരു ക്രൈം സീൻ കണ്ടപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരാൾ എണ്ണയിൽ ചവിട്ടി വഴുക്കി വീഴുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് തലയടിച്ച് വീണിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ആ ഒരു ബോഡി കിടക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് എണ്ണയിൽ ചവിട്ടി വീണ് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല കിടക്കുക, കുറച്ച് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഫോറൻസിക് ടീം ഉദ്യോഗസ്ഥർ ആ ഒരു സമയത്ത് ഇത് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളുടെ അടുത്ത് ഇവർ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഈ ഒരു ബോഡി എങ്ങാനും മാറ്റുമോ, പൊസിഷൻ മാറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന നൈബേഴ്സ് എല്ലാവരും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ല, ഞങ്ങൾ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി ഇതേപോലെ തന്നെ ബോധമില്ലാണ്ട് കിടക്കുകയാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അപ്പോൾ മുഖത്ത് ആദ്യം കുറച്ച് വെള്ളം കുടഞ്ഞു, എന്നിട്ട് എഴുന്നേക്കാതായപ്പോൾ കൈയുടെ പൾസ് പിടിച്ച് നോക്കി, അല്ലാതെ ബോഡിയുടെ പൊസിഷൻ മാറ്റിയിട്ടില്ല എന്നുള്ളത് അവർ തീർച്ചയാക്കി പറയുകയാണ്.
പിന്നെയും നൈബേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് വേറെയും കുറച്ച് കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് രാത്രി സമയങ്ങളിൽ ഒച്ചയും ബഹളവും കേൾക്കാറുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ തല്ലുപിടിക്കാറുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിന് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നത്. ആ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഈ കൗസല്യയുടെ അച്ഛൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യെസ്, അത് തലയടിച്ച് വീണൊരു മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ശ്വാസം മുട്ടിച്ചിട്ടായിരുന്നു ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അതായത് വായുമൂക്കും ഒരുമിച്ച് അടച്ചു പിടിച്ചിട്ട് ശ്വാസം മുട്ടിച്ചിട്ടായിരുന്നു അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ തലയുടെ ബാക്കിലും എന്താ പറയുക പാടുണ്ടായിരുന്നു, തല അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതായിരുന്നില്ല മരണകാരണം. അതേപോലെ തന്നെ ആ ഒരു കൊലപാതകയുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് അവരുടെ ദേഹത്ത് പല സ്ഥലങ്ങളിലും മുറിവുകളും മറ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൂടെ എപ്പോഴുള്ളത് അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള രാജേഷാണ്. അപ്പോൾ രാജേഷ് തന്നെയായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്നുള്ള ആ ഒരു നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. അങ്ങനെ രാജേഷിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ആളുടെ വർക്ക് സ്പേസിലും മറ്റൊക്കെ പോലീസുകാരെ അന്വേഷിക്കുകയാണ്. അതായത് ഏകദേശം 4 മണി ടൈം ആകുമ്പോഴത്തേനും ആളുടെ ഓഫീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആള് 6 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലോട്ട് എത്തുന്നത്. അപ്പൊ ഈ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ടൈം ആൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്? ശരിക്കും എക്സ്ട്രാ വർക്ക് ഉണ്ടായിട്ടാണോ ആള് എന്താ പറയാ വീട്ടിലോട്ട് മടങ്ങി വരാതിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ഇതിനോടൊപ്പം തന്നെ പോലീസിന് വേറൊരു സംശയം ഉണ്ടാവുകയാണ്. ഇനിയിപ്പോ കൗസല്യക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ആള് വീട്ടിലോട്ട് വന്നിട്ട് ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ വല്ല കൊലപാതകം നടന്നതിന് ശേഷം ആൾ ഇതേപോലെ തന്നെ എസ്കേപ്പ് ആയതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ആ ഏരിയയിൽ ഉണ്ടായിരുന്ന CCTV വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് സംശയാസ്പദമായിട്ടുള്ള നിലയിൽ ഒരു ബൈക്ക് അങ്ങോട്ട് വരുന്നതും പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു ബൈക്ക് മടങ്ങി പോകുന്നതിൻ്റെയും വിഷ്വൽസ് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു ബൈക്കിനെ ട്രാക്ക് ചെയ്യാണ്. ബൈക്കിന്റെ നമ്പറൊക്കെ കിട്ടി. അതിനുശേഷം ആ ഒരു ബൈക്ക് മുതലാളിനെ തപ്പിയെടുത്തപ്പോൾ ആളവിടെ നിന്ന് കുറേ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആളൊരു ഡെലിവറി ഏജന്റ് ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു വീട്ടിൽ ആൾക്കൊരു ഡെലിവറി കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആളവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് വീടാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആളുടെ കയ്യിൽ കറക്റ്റ് പ്രൂഫൊക്കെ ഉണ്ടായിരുന്നു. ഇത് ക്രോസ് വെരിഫൈ ചെയ്യാനായിട്ട് ആ ഒരു വീട്ടിലും പോലീസുകാർ പോയി ചോദിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു പയ്യൻ അവിടെ ഡെലിവറിക്കായിട്ട് ഏകദേശം ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൺഫേം ആക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നെ ഒരു ടീം പോലീസുകാർ രാജേഷിന്റെ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും കറക്റ്റ് 4 മണിക്ക് രാജേഷ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ എക്സ്ട്രാ വർക്കൊന്നും ആൾ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ വെള്ളമടിക്കുന്ന ശീലമോ അങ്ങനെയുള്ള യാതൊരു ദുശ്ശീലവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബാറിൽ പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. സോ ഒരു 15-20 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുന്ന ആള് ആ ഒരു സമയത്തൊക്കെ എവിടേക്കാണ് പോയെന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നൈബേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്താ പറയാ അപ്പുറത്തെ നൈബർ ആയിട്ടുള്ള ഒരു സ്ത്രീ പോലീസിന്റെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ സമയത്ത് എന്തോ വണ്ടി ഇടിക്കുന്നത് പോലത്തെ എന്തോ ഒരു സാധനം ഇടിക്കുന്നത് പോലത്തെ ഒരു സൗണ്ട് അവർ കേട്ടിട്ടുണ്ടായിരുന്നു. അവര് ഇനിയിപ്പോ TV-ന്ന് വന്നൊരു സൗണ്ട് ആയിരുന്നു ആ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവർക്ക് വേറെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ സൗണ്ട്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ കൂടുതലായിട്ടൊന്നും അവർ ശ്രദ്ധിച്ചു പോലുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അനലൈസ് ചെയ്യാണ്. ഇതിനിടയിൽ രാജേഷിന്റെ അടുത്ത് പോലീസുകാർ അതും ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സൗണ്ടിന്റെ കാര്യമൊക്കെ പോലീസുകാർ പറഞ്ഞപ്പോൾ രാജേഷ് പോലീസിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസിന് എന്തോ ലീക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്മെല്ലൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടി എന്തെങ്കിലും സൗണ്ട് ആയിരിക്കും അവർ കേട്ടിട്ടുണ്ടാവുക. മേ ബി എൻ്റെ വൈഫ് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അറിയാതെ ഏകദേശം ഒരു മയങ്ങിയൊരു അവസ്ഥയിൽ വരുന്ന സമയത്തായിരിക്കാം അവർ എണ്ണയിൽ ചവിട്ടിയിട്ട് സ്ലിപ്പായിട്ട് വീണിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും അവർ മരണപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയണം. എന്നാൽ ഓൾറെഡി ആ ഒരു വീട്ടിൽ വന്ന് പരിശോധിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥർ ആ ഒരു ഗ്യാസിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള ലീക്കേജോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ആ ഒരു ഗ്യാസിനില്ല എന്നുള്ളത് അവർ സർട്ടിഫൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പോലീസുകാർ രാജേഷിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് പോലീസിനും രാജേഷിനും മനസ്സിലായി. ഇതിനിടയിൽ രാജേഷിന്റെ ലോയറും ആളുടെ കൂടെ ഉണ്ടായിരുന്നു. ആളും നോക്കുമ്പോൾ നല്ലൊരു പോയിന്റാണ്. ഗ്യാസിന്റെ സ്മെല്ല്, അതേപോലെ തന്നെ ആ ഒരു സൗണ്ട്, അതിനുശേഷം ഇവർ എന്താ പറയാ എന്തോ ഒരു ഡിസിനസിൽ വരുന്നു, അതേപോലെ തന്നെ എണ്ണയിൽ ഒഴുക്കി വീഴുന്നു, മരിക്കുന്നു. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റൽ സ്റ്റോറിയാണല്ലോ. എന്നാൽ പോലീസുകാർ അത് പൊളിച്ച് കൈ കൊടുക്കുകയായിരുന്നു. പോലീസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു കൊലപാതകമാണെന്ന് നേരത്തെ മനസ്സിലായി. എന്നാൽ കൊലപാതകി എങ്ങനെ വീടിന്റെ അകത്തോട്ട് കയറി, എങ്ങനെ ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് പുറത്തോട്ട് പോയി, ആരാണ് കൊലപാതകി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആകെപ്പാട് അവരുടെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രാജേഷ് ആയിരുന്നു. എന്നാൽ ആളല്ലാതെ വേറെ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവർ ആ ഒരു വീട് മുഴുവൻ പിന്നെയും പരിശോധിച്ച സമയത്താണ് ഒരു ജനലയുടെ ചില്ല് ഉടഞ്ഞു കിടക്കുന്നത് പോലീസുകാർ കാണുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ജനലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പിയും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. ഒരാൾക്ക് അതിനുള്ളിലൂടെ എന്താ പറയുക പുറത്തോട്ട് പോകാനും അതേപോലെ തന്നെ അകത്തോട്ട് വരാനൊക്കെ പറ്റും. അപ്പോൾ
ആരെങ്കിലും ആ ഒരു ജനലത്തിൽ പൊളിച്ചിട്ട് മോഷണത്തിന് വേണ്ടി അകത്തോട്ട് കയറിയിട്ട് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സ്ത്രീ കാണുകയും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് മോഷണം തന്നെ വേണ്ടാന്ന് വെച്ചാൽ അതിലൂടെ തന്നെ ഇറങ്ങി രക്ഷപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പോലീസുകാരും ഫോറൻസിക് ടീമും ആ ഒരു ജനലച്ചില്ലും കാര്യങ്ങളും പൊട്ടിയതും എല്ലാം കൂടെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജനലയുടെ ചില്ല് പൊട്ടിച്ചിരിക്കുന്നത് അകത്ത് നിന്നാണ്. അതായത് പുറത്തുനിന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ അകത്തോട്ടല്ലേ വീഴുക, അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് അതും ഇതൊക്കെ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ അകത്തുനിന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊട്ടിയ ഷേപ്പും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ പാർട്ടിക്കിൾസ് പുറത്തായിരിക്കും കൂടുതൽ പോയിട്ടുണ്ടാവുക. അതായത് ഫോറൻസിക് അനാലിസിസ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതൊരു ഡയറക്ഷനാണ് കുത്തി പൊട്ടിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്ത് നിന്നാണ് അത് പൊട്ടിച്ചതെന്നുള്ളത് ആ ഒരു സമയത്ത് പോലീസിന് കൺഫേം ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിലോട്ട് സസ്പീഷ്യസ് ആയിട്ട് വല്ല മൊബൈൽ നമ്പറോ കാര്യങ്ങളോ എൻ്റർ ചെയ്തിട്ടുണ്ടോ, അതായത് ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ടവറിൻ്റെ അണ്ടറിലോട്ട് പുതിയതായിട്ട് ഏതൊക്കെ നമ്പറാണ് സസ്പീഷ്യസ് ആയിട്ട് ആ ഒരു സമയത്ത് എൻ്റർ ചെയ്തിട്ടുള്ളത്, എക്സിറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ, അതായത് ഈ ഒരു 4 to 6 ടൈമിനിടയിൽ ഒരു നമ്പർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു നമ്പർ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നമ്പറിനെ പോലീസുകാർ ട്രാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു പ്ലംബറിൻ്റെതായിരുന്നു ആ നമ്പർ. ആളുടെ അടുത്ത് അന്നത്തെ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ ആ വീട്ടിലല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു വീട്ടിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫീ ആയിട്ട് അവർ എനിക്ക് 750 രൂപ ക്യാഷ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു പ്ലംബറേയും കൊണ്ട് പോലീസുകാർ ആ ഒരു വീട്ടിലോട്ട് പോയി. അപ്പോൾ അവരും പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന പൈപ്പിൻ്റെ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ 750 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൺഫേം ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്താ പറയുക, ആ ഒരു നമ്പർ സസ്പീഷ്യസ് ആയിട്ട് വന്ന നമ്പറും ഈ ഒരു പ്ലംബറിൻ്റെതായിട്ട് അതും വഴി മാറി പോവുകയാണ്. ഇത്രത്തോളൊക്കെ ആയപ്പോൾ എല്ലാ സംശയത്തിന്റെ വിരലും ചൂണ്ടിയിരുന്നത് രാജേഷിന്റെ അടുത്തോട് തന്നെ ആയിരുന്നു. പിന്നെ പോരാത്തതിന് പോലീസുകാർ ആ ഒരു ചില്ല് പൊട്ടിയ ഏരിയയിൽ ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫിംഗർ പ്രിന്റ്സ് എല്ലാം തന്നെ രാജേഷിൻ്റെതുമായിട്ട് മാച്ച് ആവുകയാണ്. പിന്നെ രാജേഷിന്റെ അടുത്ത് ആ ഒരു ജനല ചില്ല് പൊട്ടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു നിലയിലായിരുന്നു ആള് മറുപടി പറഞ്ഞത്. എന്നാൽ നൈബേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ചില്ല് പൊട്ടിയിരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു നൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോറൻസിക് ടീമാർ ആ ഒരു എണ്ണ കടന്നിരുന്നതും അതേപോലെ തന്നെ ആ സ്ത്രീ കടന്നിരുന്നതിൻ്റെ ഒക്കെ അനാലിസിസ് ഒക്കെ നടത്തി കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ ചവിട്ടി വഴുക്കി വീണിട്ടില്ല ഒരു സ്ത്രീ. ആ സ്ത്രീ അവിടെ കിടത്തിയതിന് ശേഷമാണ് അവിടെ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതായത് ചവിട്ടി ഇങ്ങനെ പോകാന്നുണ്ടെങ്കിൽ അതിൻ്റെ പാടുണ്ടാവും, അങ്ങനെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലാഷ് ആയിട്ടുണ്ടാവും എണ്ണ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫോറൻസിക് ഉദ്യോഗസ്ഥരെ നോക്കുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പോലീസുകാർ വീണ്ടും ആ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കുകയാണ്. അപ്പോൾ അവർക്കൊരു തലയണ ലഭിക്കുകയാണ്. ആ ഒരു തലയണയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ പോലെ തന്നെ കൗസല്യയുടെ DNA ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു തലയണ ഉപയോഗിച്ചിട്ടാണ് മൂക്കും വായും പൊത്തിയിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയെന്നുള്ളതും പോലീസിനെ കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ വീണ്ടും പോലീസുകാർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വീട് അരിച്ചു പറക്കിയപ്പോൾ ഇയാളുടെ ഡ്രോയറിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച രീതിയിലുള്ള ഒരു സിം കാർഡ് പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു സിം കാർഡ് അനലൈസ് ചെയ്ത സമയത്ത് ആ ഒരു സിം കാർഡിൽ നിന്നും ഒരു നമ്പറിലോട്ടായിരുന്നു സ്ഥിരമായിട്ട് കോൾ പോയിട്ടുണ്ടായിരുന്നത്. അതും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സിം കാർഡ് ആക്റ്റീവ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു നമ്പറിന്റെ അപ്പുറത്തറ്റത്തുള്ളത് ആരാണെന്നുള്ളതിനെ കുറിച്ചായി പോലീസിന്റെ അടുത്ത അന്വേഷണം. അത് ദീപിക എന്ന് പറയുന്ന ഒരു M.Com സ്റ്റുഡന്റിന്റെ നമ്പർ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നും ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ദീപികയുടെ ക്ലാസ് കഴിയുന്നതും ഏകദേശം 3 മണി ടൈമും 4 മണി ടൈമിലൊക്കെയാണ്. പിന്നെ കൂടുതലായിട്ട് പോലീസുകാർ ദീപിക എപ്പോഴാണ് വീട്ടിലെത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ തന്നെ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലോട്ട് എത്തുന്നത്. അതിനെക്കുറിച്ച് വീട്ടുകാരുടെ അടുത്ത് പറയാറുണ്ടായിരുന്നത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു. അതുപോലെ ദീപികയുടെയും രാജേഷിന്റെയും ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഗുമ്മിടിപ്പൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഫ്യൂ അവേഴ്സ് അവിടെയായിരുന്നു അവരുടെ ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ പോലീസുകാർ ഗുമ്മിടിപ്പൂണ്ടി ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു ലോഡ്ജിൽ ഇവർ സ്ഥിരമായിട്ട് മുറിയെടുക്കാറുള്ളതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവരുടെ ID കാർഡ് ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ അവിടെ നിന്ന് അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു രാജേഷിനെയും അതേപോലെ തന്നെ ഈ എന്താ പറയുക ദീപികയെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോഴാണ് ഇവരുടെ പ്രണയത്തെക്കുറിച്ചും മറ്റൊക്കെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 2 വർഷമായിട്ട് ഇവർ ഭയങ്കര പ്രണയത്തിലാണ്.
ഒരു ദീപികയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജേഷിൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരുന്നു. എന്തോ ഒരു പരിപാടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും. എന്നാലും ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അതായത് അവർക്ക് നമ്മളുടെ തന്നെ സ്റ്റാറ്റസ് ഇല്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രാജേഷിന്റെ ഫാമിലി സമ്മതിച്ചില്ല. ദീപികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ പറഞ്ഞപ്പോൾ അവരും സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ പറയുക കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവർ രണ്ടുപേരും പേഴ്സണലി അല്ല, ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി. അങ്ങനെ ദീപികക്ക് വേണ്ടിയിട്ട് വീട്ടുകാർ കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ദീപികക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളുടെ മകൻ ഏകദേശം 30 വയസ്സായപ്പോൾ അവന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു രാജേഷിന്റെ വീട്ടുകാരും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കൗസല്യയുടെ വിവാഹാലോചന വരുന്നത്. ദീപികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ എന്തൊക്കെ കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാലിൽ നിൽക്കുകയായിരുന്നു. രാജേഷ് ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറയുന്നത് കേട്ടിങ്ങേറ്റ് കല്യാണം കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കൗസല്യ ആള് വിവാഹം കഴിക്കുന്നത്. ആദ്യത്തെ ആളുടെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കൗസല്യ വിവാഹം കഴിക്കാം, എന്നിട്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പഴയ കാമുകിയായിട്ടുള്ള ദീപികയുടെ കൂടെ പോവാന്നുള്ളതായിരുന്നു. അങ്ങനെ രാജേഷിന്റെ കല്യാണം കഴിഞ്ഞു. ദീപിക ആണെന്നുണ്ടെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് മുന്നോട്ട് ഇവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കൗസല്യക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് തനിക്ക് അത്രത്തോളം അറ്റൻഷൻ തരുന്നില്ല, വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായിട്ടുള്ളൂ, ആ ഒരു ടൈമിൽ ആ ഒരു പുതുക്കത്തിന്റെ യാതൊരു ഇതുമില്ല, തനിക്ക് വേണ്ടുന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, ഷോപ്പിംഗ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഒരു സ്നേഹവും ആ ഒരു സാധനം ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ ഒരു സംശയം കൂടിയിട്ട് ഇവരൊരു ദിവസം രാജേഷിന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടെന്നും ദീപിക എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേരെന്നും അതേപോലെ തന്നെ എന്താ പറയുക പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ രാജേഷിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രാജേഷിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പറയാണ്ടായിരുന്നില്ല. ദീപിക പറഞ്ഞു, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? ഇപ്പൊ എന്തായാലും എന്നെ കല്യാണം കഴിച്ചില്ലേ, ഇനിയിപ്പോ അവളെ ഒഴിവാക്ക്, എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും മര്യാദക്ക് ജീവിക്കാം, അവള് വേറെ കല്യാണം കഴിച്ച് അവളുടേതായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അടുത്ത് പറയാണ്. എന്നാൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല രാജേഷ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ രാജേഷിന്റെ അടുത്ത് കൗസല്യ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയും, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പറയും, പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, ഇഷ്യൂ ആവും, അതുകൊണ്ട് അത് ഒഴിവാക്ക്, എന്നേറ്റ് സമാധാനമായിട്ട് ജീവിക്കുക, അതാണ് നിനക്ക് നല്ലതെന്നുള്ളത് അവർ തീർത്ത് പറയാണ്. അങ്ങനെ ഈ ഒരു രാജേഷ് പതിയെ ദീപികയിൽ നിന്നും ചെറിയൊരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് തുടങ്ങി. കൂടുതൽ ടൈം വൈഫിന്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ദീപികക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദീപിക പിന്നീട് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങളിലെല്ലാം തന്നെ രാജേഷിനെ വിളിച്ചിങ്ങായിട്ട് കുമ്മിടിപ്പൂണ്ടിലോട്ട് വരാനും ആ ഒരു ലോഡ്ജിൽ ഒരുമിച്ച് താമസിക്കാനായിട്ടൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വീണ്ടും സ്ഥിരമായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഒരുമിച്ച് കാണാനും അതേപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ അവർ വീണ്ടും ഭയങ്കരമായിട്ട് ക്ലോസ് ആവുകയാണ്. പിന്നെയും ഈ ഒരു കൗസല്യവുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടി വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ രാജേഷിൻ്റെ അടുത്ത് ദീപിക ഒരു ദിവസം ഒരു കാര്യം പറയാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എത്ര ഹാപ്പിയാണ്, നമുക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു ലൈഫല്ലേ വേണ്ടത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ വൈഫായിട്ടുള്ള കൗസല്യം ഉണ്ടാവാനായിട്ട് പാടില്ല. കൗസല്യം ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയൊക്കെ സമ്മതിക്കും, വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്താലോ എന്നുള്ള കാര്യം ഈ ഒരു ദീപിക ചോദിച്ചപ്പോൾ അതിന് രാജേഷ് ഓക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം ആ ഒരു സ്ത്രീയെ കൊല്ലാനായിട്ട് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ ആൾ കംപ്ലീറ്റ് സ്കെച്ച് ചെയ്തു. അപ്പോൾ വീട്ടിൽ അവിടെ ഒരു ജനലുണ്ട്, ആ ഒരു ജനൽ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഈസി ആയിട്ട് ഒരാൾക്ക് അകത്തോട്ട് കയറാൻ പറ്റുമെന്നും ചുറ്റുള്ള ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്നുള്ളതും ആൾക്കറിയായിരുന്നു. അങ്ങനെ കൃത്യം നടന്ന അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ആള് കുറച്ച് നേരത്തെ അവിടുത്തെ ഏകദേശം ഒരു 4 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ആൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ പറയുക, ആ ഒരു ചില്ല് പൊട്ടിച്ചു. ആ ചില്ല് പൊട്ടിച്ച ഒച്ചയായിരുന്നു അപ്പുറത്തെ വീട്ടുകാരെന്തോ വണ്ടി ഇടിച്ച സൗണ്ടോ എന്തോ ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സൗണ്ട് പോലെ കേട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആള് അകത്തോട്ട് കയറി. ആ ഒരു സമയത്ത് കിടക്കായിരുന്നു ഈ ഒരു കൗസല്യ. ആ കൗസല്യയുടെ മുഖത്ത് തലയണ വെച്ചിങ്ങേറ്റ് അമർത്തിയിട്ട് ആൾ കൊലപ്പെടുത്തുമായിരുന്നു. അതിനുശേഷം ആ ഒരു സ്ത്രീയുടെ തലയെടുത്തിങ്ങേറ്റ് തറയിലടിച്ചു. അങ്ങനെയാണ് തലയിൽ അടി കിട്ടിയ പാടുണ്ടായത്. അതിനുശേഷമാണ് ആ ഒരു ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിങ്ങായിട്ട് ആ ഒരു എണ്ണപാത്രം വെച്ചിരിക്കുന്നതിൻ്റെ താഴ്ത്തു വെച്ചതും പിന്നെ എണ്ണ കൊഴിച്ചിങ്ങായിട്ട് എണ്ണയിൽ വഴുക്കി വീണതാണ് എന്നുള്ളൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതും അതിനുശേഷം പിന്നീട് വന്ന വഴി തന്നെ ആളിറങ്ങി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കുറേ നേരം വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, ഭാര്യയുടെ പേര് വിളിക്കുന്നു, കുറേ നേരം എന്താ പറയുക ഫോണിൽ വിളിക്കുന്നു. അതിനുശേഷവും ഓപ്പൺ ചെയ്യാതായ സമയത്ത് എന്താ പറയുക
ഭയങ്കര അഭിനയം, നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്നു, നാട്ടുകാർ വരുന്നു, ഡോറ് തല്ലിപ്പൊളിക്കുന്നു, അകത്ത് കയറുന്നു, അപ്പോൾ കൗസല്യ നിലത്ത് വീണ് നടക്കുന്നത് കാണുന്നു. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറന്നു വരുന്നതും. സിമ്പിളായിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള കൗസല്യക്ക് വന്നെങ്കിൽ എസ്കേപ്പ് ആയിട്ട് തൻ്റെ കാമുകിയായിട്ടുള്ള ദീപികയുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിരുന്നു ഇയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ ബുദ്ധിപരമായിട്ട് ആ ഒരു കേസ് വളരെ പെട്ടെന്ന് തന്നെ തെളിയിക്കും എന്നുള്ളത് ആൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നിട്ടുണ്ടാകില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ജയിലിലുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്, അതും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിതൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.